CPM ജില്ലാ സെക്രട്ടറി കെ രാഗേഷിനെ പുകഴ്ത്തിക്കൊണ്ട് ദിവ്യ എസ് അയ്യർ പങ്കുവച്ച കുറിപ്പ് വലിയ വിവാദത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. ദിവ്യയുടെ നടപടി ചട്ടലംഘനമാണെന്നാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. തുടർന്ന് ദിവ്യക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് യൂത്ത് കോൺഗ്രസ് ചീഫ് സെക്രട്ടറി പരാതി നൽകിയിരിക്കുകയാണ്. അതേസമയം ദിവ്യയുടെ പ്രതികരണത്തിന്റെ പേരിൽ ഇപ്പോൾ ഏറ്റവും കൂടുതൽ സൈബർ ആക്രമണം നേരിടുന്നത് അവരുടെ ഭർത്താവും കോൺഗ്രസ് നേതാവുമായ KS ശബരിനാഥാണ്. ദുഃഖവെള്ളി ദിനത്തിൽ ശബരിനാഥ് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിന് താഴെ കടുത്ത അധിക്ഷേപമാണ് ചിലർ നടത്തുന്നത്. ദിവ്യയെ അടക്കി നിർത്തണമെന്നും ഭാര്യയുടെ കീഴിൽ കഴിയുന്നത് അവസാനിപ്പിക്കണമെന്നുമൊക്കെയാണ് ചിലരുടെ ഉപദേശം വന്നിരിക്കുന്നത്. ഭാര്യയെ അടക്കി നിർത്താനായില്ലെങ്കിൽ വീട്ടിൽ ചൊറിയും കുത്തി ഇരിക്കേണ്ടി വരുമെന്നാണ് മറ്റു ചിലരുടെ ഭീഷണി. വിവാദമായ കുറിപ്പിൽ കർണന് പോലും അസൂയ തോന്നും വിധം ഈ KKR കവചമെന്നാണ് ആരംഭിക്കുന്നത്. ഇക്കഴിഞ്ഞ 3 വർഷങ്ങൾ അദ്ദേഹത്തിന്റെ ഔദ്യോഗിക ജീവിതം മുന്നിൽ നിന്ന് വീക്ഷിച്ച എനിക്ക് ഒപ്പിയെടുക്കാൻ സാധിച്ച അനവധി ഗുണങ്ങളുണ്ട്. വിശ്വസ്തതയുടെ ഒരു പാഠപുസ്തകം, കഠിനാധ്വാനത്തിന്റെ ഒരു മഷിക്കൂട്ട് എന്നായിരുന്നു കുറിപ്പ്. അതേസമയം സംഭവം വിവാദമായതോടെ ദിവ്യ വിശദീകരണം നൽകിയിരുന്നു. തന്റെ ബോധ്യത്തിൽ നിന്നുമാണ് അത്തരമൊരു കുറിപ്പ് പങ്കിട്ടത് എന്നായിരുന്നു അവർ പറഞ്ഞത്. എന്നാൽ ദിവ്യയ്ക്ക് വീഴ്ച പറ്റിയെന്നായിരുന്നു ഭർത്താവ് കൂടിയായ ശബരിനാഥ് പ്രതികരിച്ചത്. അതേസമയം ദിവ്യ എസ് അയ്യർക്ക് പിന്തുണയുമായി അഖിലേന്ത്യാ ജനാധിപത്യ മഹിളാ അസോസിയേഷൻ രംഗത്തെത്തിയിട്ടുണ്ട്. ദിവ്യയ്ക്ക് നേരെ നടക്കുന്ന സൈബർ ആക്രമണം അപലപനീയമാണെന്നും അസോസിയേഷൻ വ്യക്തമാക്കുന്നുണ്ട്. എന്നാൽ ദിവ്യയെ കോൺഗ്രസ് പ്രവർത്തകർ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടില്ലെന്നും സർവീസ് ചട്ടലംഘനം ചൂണ്ടിക്കാട്ടിയതിൽ തെറ്റില്ലെന്നുമാണ് KPCC നിലപാട്. കോൺഗ്രസിലെ യുവ നേതാവിന്റെ ജീവിത പങ്കാളി ആയതുകൊണ്ട് ദിവ്യയ്ക്ക് അവരുടെ സ്വന്തം അഭിപ്രായങ്ങൾ ഉണ്ടാവരുത് എന്ന് ശഠിക്കാനാവില്ലെന്ന് മഹിളാ അസോസിയേഷനും ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. അഭിപ്രായം പറയാനും നിലപാടെടുക്കാനും ദിവ്യ എസ് അയ്യർ എന്ന വ്യക്തിക്ക് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ IAS ഉദ്യോഗസ്ഥ എന്ന നിലയ്ക്ക് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ ജില്ലാ സെക്രട്ടറിയെ ചുമതലയേറ്റയാളെ പുകഴ്ത്തുന്നത് സർവീസ് ചട്ടത്തിനെതിരാണ്. ഇക്കാര്യം ചൂണ്ടിക്കാട്ടുന്നതിനെ അധിക്ഷേപമായി കാണേണ്ടതില്ലെന്നുമാണ് കോൺഗ്രസ് വ്യക്തമാക്കുന്നത്.